വൈദ്യുതി ചാർജ് വർധനവിനെതിരെ ഏറ്റുമാനൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കെഎസ്ഇബി ഓഫീസ് മാർച്ചും ധർണയും നടത്തി. എഐസിസി അംഗം ജോസഫ് വാഴക്കൻ ധർണ ഉദ്ഘാടനം ചെയ്തു. വൈദ്യുതി ചാർജ് വർധനവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കെപിസിസിയുടെ ആഹ്വാനപ്രകാരം സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിച്ചിരിക്കുന്ന പ്രക്ഷോഭ പരിപാടികളുടെ ഭാഗമായാണ് ഏറ്റുമാനൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കെഎസ്ഇബി ഓഫീസ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. ഏറ്റുമാനൂർ കോടതിപ്പടിയിൽ നടന്ന പ്രതിഷേധ സമരം എഐസിസി അംഗവും കെപിസിസി രാഷ്ട്രീയകാര്യ സമിതി അംഗവും മുൻ എംഎൽഎയുമായ ജോസഫ് വാഴക്കൻ ഉദ്ഘാടനം ചെയ്തു. ചെയ്യരുത് എന്ന് ഇലക്ട്രിസിറ്റി ബോർഡ് അതിന്റെ ചെയർമാൻ ഒക്കെ ആവശ്യപ്പെട്ടിട്ട് അതിനെ കണക്കാക്കാതെയാണ് ശ്രീ പിണറായി വിജയൻ ഈ വലിയ കൊടും ക്രൂരത പാതകം കേരളത്തിലെ ജനങ്ങളോട് ചെയ്തത്. ഇത് തന്നെയായിരുന്നു ലാവ്ലിൻ കേസിലും. അന്ന് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവായിരുന്ന ഇ ബാലാനന്ദന്റെ നേതൃത്വത്തിൽ ഇതുപോലെ തന്നെ ഒരു കമ്മിറ്റി കൂടിയിട്ട് ഒരു കാരണവശാലും ഇത് ലാവ്ലിൻ കമ്പനിക്ക് കൊടുക്കരുത്, ഇന്ത്യയിലെ ഭാരത് ഹെവി ഇലക്ട്രിക്കൽസിന് കൊടുത്തു കഴിഞ്ഞാൽ അന്ന് വെറും 100 കോടി രൂപയ്ക്ക് പണിയുമെന്ന് പറഞ്ഞതിന് അതനുസരിക്കാതെ അത് തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ലാവ്ലിന് 375 കോടി രൂപയ്ക്ക് കൊടുത്തത്. അതിന്റെ പേരിലാണ് കൃത്യമായി 100 കോടി രൂപ മാറ്റിയത്. സുപ്രീം കോടതിയിൽ കേസ് നടക്കുന്നത്. ഏറ്റുമാനൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ജോറോയ് പൊന്നാറ്റിൽ അധ്യക്ഷത വഹിച്ചു. ഡിസിസി ജനറൽ സെക്രട്ടറി നീണ്ടൂർ മുരളി മുഖ്യപ്രഭാഷണം നടത്തി. ഏറ്റുമാനൂർ മണ്ഡലം പ്രസിഡന്റ് പി.വി. ജോയ് പൂവം നിൽക്കുന്നതിൽ മറ്റു നേതാക്കളായ ബിജു കൂമ്പിക്കൻ, പി.വി. മൈക്കിൾ, ജൂബി ജോസഫ്, കെ.ജി. ഹരിദാസ്, ബിജു വലിയമല, ജെയിംസ് തോമസ് പ്ലാക്കിത്തൊട്ടിയിൽ, വിഷ്ണു ചെമ്മുണ്ടവള്ളി തുടങ്ങിയവർ സംസാരിച്ചു. കോൺഗ്രസ് ബ്ലോക്ക് മണ്ഡലം ഭാരവാഹികൾ, വിവിധ പോഷക സംഘടനാ ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഐ4 ന്യൂസ്, ഏറ്റുമാനൂർ.